نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنفقوا في سبيل الله ولا تلقوا بأيديكم إلى التهلكة وأحسنوا إن الله يحب المحسنين. വിശ്വാസികളെയും വിശ്വാസിനികളെയും സർവ്വലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തുവാനും വിശ്വാസിയായി ജീവിച്ച് ഈമാനോടെ മരിക്കുവാനും പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. കരുണാവാരിധിയായ നാഥൻ അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യർക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന രണ്ട് അനുഗ്രഹങ്ങളിലെ ഒന്നിനെ കുറിച്ചാണ് കഴിഞ്ഞ തവണ നമ്മൾ മനസ്സിലാക്കിയത്. അസ്സഹത്തു വൽ ഫറാഗ്, ഒഴിവ് സമയം, അതായിരുന്നു കഴിഞ്ഞ തവണ കേട്ടത്. സമയത്തെ എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും, അതിന്റെ കൂടെ റസൂലുള്ളാഹി പറഞ്ഞ രണ്ടാമത്തെ കാര്യം അല്ലെങ്കിൽ പ്രധാനമായും സൂചിപ്പിച്ച കാര്യം അസ്സഹത്ത് എന്നുള്ളതാണ്. അഥവാ മനുഷ്യന്റെ ആരോഗ്യം, നമ്മുടെ ഓരോരുത്തരുടെയും ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യകത അള്ളാഹു മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന രണ്ട് അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ആരോഗ്യം എന്ന അനുഗ്രഹത്തെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ളതിന് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആരോഗ്യം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാവില്ല എന്നുള്ളതാണ്. ആരോഗ്യം അനുഭവിക്കുന്ന സമയത്ത് രോഗം പിടിപെട്ടാൽ മനുഷ്യന് സംഭവിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് ആരോഗ്യമുള്ള മനുഷ്യൻ ചിന്തിക്കാറില്ല. കണ്ണ് ഇല്ലാതായെങ്കിലേ കണ്ണിന്റെ വില അറിയൂ എന്ന് നമ്മൾ പറയാറുണ്ട്. കണ്ണ് കാണാത്ത അല്ലെങ്കിൽ കാഴ്ച നേരത്തെ ഉണ്ടായിരുന്നു പിന്നീട് കാഴ്ച നഷ്ടപ്പെട്ട ഒരാളോട് നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ അയാൾ അനുഭവിക്കുന്ന വ്യഥ നമുക്ക് മനസ്സിലാകും. ഓടിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, ജീവിതം വളരെ സുഖകരമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ ഒരു ടെസ്റ്റോട് കൂടി അവന്റെ ശരീരത്തിന്റെ അവസ്ഥ മനസ്സിലാകുമ്പോഴാണ് ഇതുവരെ അവൻ അനുഭവിച്ചിരുന്ന ആരോഗ്യത്തെക്കുറിച്ച് അവന് ബോധമുണ്ടാകും. രോഗികളെ സന്ദർശിക്കുമ്പോൾ, പ്രയാസമുള്ള ആളുകളെ കാണേണ്ടി വരുമ്പോൾ, അവരുമായി സംസാരിക്കുമ്പോൾ അവര് പങ്കുവെക്കുന്ന വേദന, അതിന് രോഗികളെ ഒന്ന് സന്ദർശിച്ചാൽ
അവരുമായി ഒരല്പം സമയം ചെലവഴിച്ചാൽ അപ്പൊ നമുക്കത് മനസ്സിലാകും. ഇപ്പോ നമ്മൾ ഓരോരുത്തരും അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഓടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ ആഫിയത്ത് നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതില്ലാതാകുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാകും. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചല്ലോ, മൻ അസ്ബഹ മിൻകും വആഫിൻ ഫീ ജസദിഹി ആമിനൻ ഫീ സിർബിഹി ഇൻദഹു ഖൂതി യൗമിഹി ഫകഅന്നമാ ഹീസത ലഹു ദുനിയ. നിങ്ങളിൽ ഒരാൾ അയാൾക്ക് മആഫിൻ ഫീ ജസദിഹി ശരീരത്തിന് ആരോഗ്യമുണ്ട്, ആമിനൻ ഫീ സിർബിഹി അവന്റെ കുടുംബത്തിൽ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ സാധിക്കുന്ന ഒരവസ്ഥയും അവനുണ്ട്. അന്നന്നത്തേക്ക് ഭക്ഷിക്കുവാനുള്ള വിഭവങ്ങളും ഇപ്പൊ അവന്റെ അടുക്കലുണ്ട്. അങ്ങനെ ഈ 3 കാര്യങ്ങളും ലഭിച്ചാൽ ദുനിയാവ് അതിന്റെ ഒരു പരമാവധി അർത്ഥത്തിൽ അതിന്റെ ഒരു മാക്സിമം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്. ഇത് 3ഉം കിട്ടുക എന്നുള്ളതാണ്. ഇത് 3 ഒരാൾക്കുണ്ടോ അയാൾ ദുനിയാവിൽ സൗഭാഗ്യവാനാണ് എന്നാണ് അള്ളാഹു റസൂല് അതിനെ കുറിച്ച് പഠിപ്പിച്ചത്. പക്ഷെ ഈ അനുഗ്രഹം, ആരോഗ്യമാകുന്ന അനുഗ്രഹം, നമ്മൾ തന്നെ നമ്മുടെ ഈ അനുഗ്രഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിത ശൈലിയാണ് ഇന്ന് നമുക്കിടയിൽ നിലവിലുള്ളത്. ഇപ്പോ വളരെ പെട്ടെന്നുണ്ടാവുന്ന ഒരു അപകടം ചിലരുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തിയേക്കാം. അള്ളാഹു അത്തരം വിപത്തിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് നമുക്ക് കാത്തുരക്ഷിക്കുമാറാവട്ടെ. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ നാട്ടിലുണ്ടായ ഒരു ആക്സിഡന്റിൽ ആ രോഗി ഇന്ന് മെഡിക്കൽ കോളേജിലാണ്. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കുറിച്ചുള്ള റിപ്പോർട്ട് ലാസ്റ്റ് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു കാല് മുട്ടിന് താഴെ മുറിച്ച് മാറ്റേണ്ടി വരും എന്നുള്ളതാണ്. അത്തരം സംഗതികൾ അപകടത്തിൽ സംഭവിച്ചത് കൊണ്ടുണ്ടായ ദുരന്തമാണ്. അത്തരം അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ എത്രത്തോളം നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് മുൻപ് ഒരു ഖുത്ബയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും വരുന്ന ചില അപകടങ്ങൾ ഉണ്ട്. അതിൽ നമുക്ക് ഒരൊറ്റ വഴിയെ പിന്നുള്ളൂ, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ പിന്നെ നമുക്ക് ചെയ്യാനൊന്നുമില്ല. അള്ളാഹു അത്തരം അപകടങ്ങൾ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതല്ലാതെ നമ്മൾ തന്നെ സ്വയം പണം കൊടുത്ത് വാങ്ങുന്ന, വില കൊടുത്ത് വാങ്ങുന്ന, വേലിയിൽ കിടക്കുന്ന പാമ്പിനെ പിടിച്ച് തോളത്തിടുക എന്ന് പറഞ്ഞൊരു അവിവേകം നമ്മളൊരു പഴഞ്ചൊല്ലായിട്ട് പറയാറുണ്ടല്ലോ. അത് അക്ഷരാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഇന്ന് ഒരു ആവറേജ് മലയാളി. റമദാൻ മാസത്തിലായിരിക്കട്ടെ അല്ലാത്തപ്പോഴായിരിക്കട്ടെ നമ്മളെ സമീപിക്കുന്ന രോഗികൾക്ക് വേണ്ടി കളക്ട് ചെയ്യുന്ന, മാരക രോഗം ബാധിച്ച് ചികിത്സയിലാണ്, ബെഡിലാണ്, ആശുപത്രിയിലാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നടത്തുന്ന പ്രധാന കളക്ഷൻ ഉണ്ടല്ലോ, ഇതിൽ മിക്കതും പോകുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്ന രോഗാവസ്ഥയ്ക്ക് പരിഹാരമായിട്ടാണ്. അത് ഡയാലിസിസിന് വേണ്ടി ആയിരിക്കട്ടെ, കീമോക്ക് വേണ്ടി ആയിരിക്കട്ടെ, പ്രധാനമായിട്ടും ഇത്തരം ദുരന്തങ്ങൾ നമ്മൾ തന്നെ ചെയ്തു കൂട്ടുന്നതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് നമുക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മുസ്ലിം പോക്കറ്റുകളിലാണത്രേ, മുസ്ലിങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിലാണത്രേ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ കൂട് പോലെ മുളച്ചു പൊങ്ങുന്നത്. ഇത്തരം അസുഖങ്ങൾക്ക് ചികിത്സിക്കുന്ന സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള ഡോക്ടേഴ്സ്, അതേപോലെ തന്നെ ഇത്തരം ഡയാലിസ് സെന്ററുകള് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. നമ്മുടെ നാട്ടിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വണ്ടി, ഒരു ട്രെയിന്, ആ ട്രെയിനിന് ഓമന പേരുണ്ട്, രാജ്യറാണി എന്നാണ് ഇതിന്റെ പേര്. പക്ഷെ ചിലരൊക്കെ തമാശക്ക് ഇതിനെ വിളിക്കാറുള്ളത് ക്യാൻസർ റാണി എന്നാണ്. എന്ന് വെച്ചാൽ മലബാറിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ചികിത്സക്ക് വേണ്ടി, ക്യാൻസർ ഹോസ്പിറ്റലിലേക്ക് ചികിത്സക്ക് വേണ്ടി പോകുന്ന രോഗികളാണ് അതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നുള്ളത് അതിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇത് നമ്മുടെ തന്നെ
ജീവിത ശൈലി കൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളുമാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടുന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ഇപ്പോ ഒന്ന്, ഭക്ഷണ രീതിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ. രണ്ടാമത്തേത്, എക്സസൈസ്, തീരെ ബോഡി അനങ്ങാത്ത രീതിയിലേക്ക് നമ്മുടെ മക്കളും നമ്മളും മാറിപ്പോകുന്ന അവസ്ഥ. മക്കളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മളും മൊബൈൽ ഫോണിന് അഡിക്റ്റഡ് ആണ്, മക്കളും അങ്ങനെ തന്നെയാണ്. പഴയ കാലത്തൊക്കെ നമ്മൾ ഒന്ന് കളിക്കാൻ പോവാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്ന് ഓടുക, ബോഡി ഒന്ന് വാമാകുക, ഒന്ന് നടക്കുക, അങ്ങനെ ഒരു പരസ്പരം മിങ്കിൾ ചെയ്യുക, ഒന്ന് വിയർക്കുക. അതിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്ന, നമ്മുടെ ബോഡിക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്നു. ഇന്ന് അത് തുലോം കുറവാണ്. പൊണ്ണത്തടി എന്ന് പറയുന്നത് ഇന്ന് വലിയ ഒരു രോഗമായി മാറി. ഭക്ഷണത്തിലൂടെ നമ്മളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ വ്യായാമം ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നത്. അള്ളാഹു റസൂൽ പഠിപ്പിച്ചു, അല്ലിമു അബ്നാഅക്കും അസ്സിബാഹ വരിമായ വറുകൂബുൽ ഖൈൽ. നിങ്ങൾ നിങ്ങളുടെ മക്കളെ, അന്നത്തെ കാലത്ത് ഒരു പക്ഷെ ഇന്ന് നമ്മൾ ജിമ്മിനോട് അല്ലെങ്കിൽ കരാട്ടയോട്, കളരിയോട്, ഇതുപോലെയുള്ള അഭ്യാസങ്ങളോട് ഉപമിക്കാവുന്ന ബോഡിയെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് അള്ളാഹു റസൂലിന്റെ കാലത്തുണ്ടായിരുന്ന സംവിധാനങ്ങൾ. ഒന്ന്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുതിര സവാരി പഠിപ്പിക്കുക. രണ്ടാമത്തേത് റിമായത്ത്, അമ്പെയ്ത്ത് പഠിപ്പിക്കുക. അതേപോലെ തന്നെ സിബാഹത്ത്, സ്വിമ്മിങ് പഠിപ്പിക്കുക, നീന്തല്, അതേപോലെ തന്നെ അമ്പെയ്ത്ത്, റുകൂബുൽ ഖൈൽ, കുതിര സവാരി, ഇത്തരം സംഗതികൾ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വ്യായാമത്തിന് വേണ്ടി നിലനിന്നിരുന്ന ചില സംവിധാനങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടി അന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. ഇത് നമ്മുടെ നാട്ടിൽ ഇന്ന് ചിലപ്പോൾ ചിലത് ഒരു ട്രെൻഡായിട്ട് വരലാണല്ലോ. അൽഹംദുലില്ലാഹ്, അത് ഏത് പേരിലായിരിക്കട്ടെ, ഏത് നിലക്കായിരിക്കട്ടെ, നമ്മൾക്ക് അതിനൊരു സൗകര്യം ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനു വേണ്ടി ആ സന്ദർഭത്തെയും സാഹചര്യത്തെയും നന്മയും ഉപയോഗപ്പെടുത്തണം. അതിലൂടെ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് പരിഹാരം വേറെ കാണണം. അപ്പൊ കല്യാണത്തിന് പോയാലും പുരുഷനും സ്ത്രീകളും കൂടിച്ചേരുന്ന പ്രശ്നങ്ങളുണ്ട്, അതിനുള്ള പരിഹാരം നമ്മളാണ് കാണേണ്ടത്. അതേപോലെ ഇത്തരം കാര്യങ്ങൾക്കും അതിന്റെ പേരിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുന്നുവെങ്കിൽ അതിനുള്ള പരിഹാരം വേറെ നമ്മൾ കാണണം. ആരോഗ്യം നിലനിർത്തുക എന്ന് പറയുന്നത് വിശ്വാസിയുടെ ബാധ്യത. അള്ളാഹു റസൂലിന്റെ സ്വഹാബത്ത് ശരിക്കും അങ്ങനെയായിരുന്നു. പൊണ്ണത്തടിയനായ ഒരു വലിയ ആ ടൈപ്പ് ഒരാളെ അള്ളാഹു റസൂലിന്റെ കാലത്ത് ഒറ്റ സ്വഹാബികളുടെ ശൈലി പരിശോധിച്ചാൽ അങ്ങനെ കാണാൻ സാധിക്കൂല. അങ്ങനെയുള്ള ഒരു സഹാബിയെ കുറിച്ച് പരാമർശം എവിടെയും കാണാൻ പറ്റൂല. മദീനയിൽ ഒരു ഡോക്ടർ, ഒരു വൈദ്യൻ വന്നു നിന്നൊരു സംഭവം ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഒരു 6 മാസത്തോളം മദീനയിൽ അദ്ദേഹം ചികിത്സക്ക് വേണ്ടി ടെന്റ് കെട്ടി, ഷെഡ് കെട്ടിയിട്ട് കാത്തിരുന്നു. 6 മാസം കഴിഞ്ഞ് മദീന വിടാൻ തീരുമാനിച്ചു. അയാൾ പോകുന്ന സമയത്ത് ചിലർ കണ്ടു ചോദിച്ചു, എന്താണ് പോവാൻ കാരണം, അവിടെ നിൽക്കാത്ത എന്താണ്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം വിജയിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴാ? രോഗികൾ കൂടുമ്പോഴാണല്ലോ. അതാണ് ഒരു ഡോക്ടറുടെ വിജയം എന്ന് പറയുന്നത്. ഇന്ന് അതിന്റെ ദുരന്തങ്ങൾ വേറൊരു വശത്തുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ ഇതാക്കാനോ അല്ല. പക്ഷെ അനാവശ്യമായി മരുന്ന് വാങ്ങി കഴിച്ചത് കൊണ്ടുണ്ടാവുന്ന ദുരന്തങ്ങൾ ഒരു ഭാഗത്ത് വേറെയുണ്ട്. സ്വന്തം തന്നെ ചികിത്സിക്കുകയും എമ്പാടും വാങ്ങി കഴിക്കുകയും ഭക്ഷണത്തെക്കാൾ കൂടുതൽ മരുന്ന് കഴിക്കുകയും മരുന്ന് തന്നെ ഭക്ഷണമായി മാറിപ്പോവുകയും ചെയ്യുന്ന ദുരവസ്ഥ നമുക്ക് സംഭവിക്കുന്നുണ്ട്. ഏതായാലും ഈ വൈദ്യൻ മദീനയിൽ നിന്ന് പോകുന്നത്, ഇവിടെ രോഗികളെ എനിക്ക് കിട്ടുന്നില്ല, ആർക്കും രോഗികളെ കാണേണ്ട അവസ്ഥ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൊസൈറ്റി എന്ന് പറയുന്നത്. അല്ലാഹു റസൂൽ പഠിപ്പിച്ച മറ്റൊരു വാക്യം, ഇർമു ബനി ഇസ്മാഈൽ ഫഇന്ന അബാകും കാന റാമിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളോട് പറയുന്നു, മക്കളെ നിങ്ങൾ കൃത്യമായി അമ്പെയ്യുക. അതിന് മൈൻഡിന്റെ, മനസ്സിന്റെ ഒരു ഷാർപ്നെസ്സും ബോഡിയുടെ ഒരു കൃത്യമായ മെയിൻ്റനൻസും ഒക്കെ അതിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ നിങ്ങൾ അമ്പെയ്യുക, കൃത്യമായി അമ്പെയ്യുക. നിങ്ങളുടെ പിതാവ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം മനോഹരമായി അമ്പെയ്യുന്നവരായിരുന്നു. അപ്പോ അതിൽ എന്തൊക്കെയാ നമുക്ക് ഇന്നത്തെ കാലത്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ മക്കളെ, ഇപ്പോ നമ്മുടെ നാട്ടിന്റെ രീതി എന്താ വെച്ചാൽ, എന്തെങ്കിലും ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഇഷ്യൂ, ഒരു പ്രശ്നം, ഒരു വിപത്ത് വരുന്ന സമയത്ത് പെട്ടെന്ന് നിയമങ്ങൾ അങ്ങോട്ട് പാസ്സാക്കും.
അത് കഴിഞ്ഞാൽ ഇപ്പോ വലിയ ചർച്ച സ്റ്റേജ് എങ്ങനെ കെട്ടണം എന്നുള്ളതാണ്. കാരണം ഒരു MLA-ക്ക് ഒരു ദുരന്തം സംഭവിച്ചപ്പോഴാണ് ചർച്ച വന്നത്. അതിന്റെ മുൻപ് അതിനെ കുറിച്ച് ആലോചനയില്ല. നമ്മുടെ തൊട്ടടുത്തുള്ള അരീക്കോട് മൂർക്കനാട് തോണി അപകടം സംഭവിച്ചപ്പോഴാണ് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും റൂള് വന്നത് എല്ലാ കുട്ടികളെയും നീന്തൽ പഠിപ്പിക്കണം എന്നുള്ളത്. ഇത് അള്ളാഹുവിന്റെ റസൂല് പണ്ടേ പഠിപ്പിച്ചതാ. രക്ഷിതാക്കളായി നമ്മുടെ ബാധ്യതയാണ് ഇതൊക്കെ. അത് സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചിട്ടില്ലെങ്കിലും വെള്ളം കുറഞ്ഞൊരു സ്ഥലത്ത് നോക്കിയിട്ട് അപകടമില്ലാത്ത രീതിയിൽ മക്കളെ സൈക്ലിംഗ് പഠിപ്പിക്കല്, അതേപോലെ തന്നെ അവർക്ക് അതിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ ഡ്രൈവിംഗ് പഠിപ്പിക്കല്, അതേപോലെ ഇത്തരം സംഗതികളൊക്കെ മക്കളെ പഠിപ്പിക്കാന്നുള്ളത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്ന കാര്യങ്ങളാണ്. ഇത് ഓരോ അപകടം വരുമ്പോൾ മാത്രം സംഭവിക്കേണ്ടതല്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ രീതിയാക്കി മാറ്റിയെടുക്കേണ്ടതാണ്. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന വചനം, അതിലൊന്ന് റസൂൽ പഠിപ്പിച്ചത് രോഗം വരുന്നതിന് മുൻപ് നിങ്ങൾ അനുഭവിക്കുന്ന ആരോഗ്യമുണ്ടല്ലോ, ആ ആരോഗ്യത്തെ നിങ്ങൾ പോസിറ്റീവായി ഉപയോഗപ്പെടുത്തുക, ആ ആരോഗ്യത്തെ നിങ്ങൾ സംരക്ഷിക്കുക. അത് അതിൽ പെട്ടതാണ്. വാർദ്ധക്യത്തിന് മുൻപ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന യുവത്വമുണ്ടല്ലോ, യുവത്വം എന്ന് പറഞ്ഞാൽ ഒരു 15 മുതൽ 40 വരെ നമ്മൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. 45-കാരനും 50-കാരനും ഒക്കെ അയാളുടെ യുവത്വം നമ്മുടെ രാജ്യത്താണ് ഒരു പക്ഷെ അതിൽ ഒരുപാട് പിന്നിൽ. ഇപ്പൊ നമുക്കറിയാലോ, അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ചാർജ് എടുക്കാൻ പോകുന്നത് എത്രാമത്തെ വയസ്സിലാണ്? നമ്മുടെ നാട്ടില് റിട്ടയർമെന്റ് പ്രായം 56 ആയതുകൊണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ വൃദ്ധനായി എന്നുള്ളൊരു തോന്നലിലേക്ക് നമ്മുടെ നാടിന്റെ രീതി തന്നെ മാറി. യഥാർത്ഥത്തില് നമ്മൾ അതിനോട് കാണിക്കുന്ന രീതിയാണ്. നമ്മൾക്ക് ഇപ്പോഴും അതിനൊക്കെ സാധിക്കും എന്നുള്ള ബോധ്യം നമ്മളെ മനസ്സിലുണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ അള്ളാഹു നമുക്ക് നൽകിയ ആഫിയത്തിനെ നിലനിർത്താൻ നമുക്ക് സാധിക്കും. മറ്റൊരു വചനം, അതിലൊന്ന് റസൂൽ പറയുന്നത് എങ്ങനെയാണ് അള്ളാഹു അവന് നൽകിയിരിക്കുന്ന ശരീരത്തെ അവൻ നശിപ്പിച്ചത് എന്ന് അള്ളാഹു നാളെ പരലോകത്ത് ചോദിക്കാതെ അവന്റെ കാൽപ്പാടുകൾ ചലിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം തിന്ന് കൊല്ലുന്നവൻ. ജീവിക്കാൻ വേണ്ടി തിന്നലായിരുന്നു വേണ്ടി, ഇന്ന് മരിക്കാൻ വേണ്ടി തിന്നല. അങ്ങനെ തിന്ന് സ്വയം നശിക്കുന്നവൻ എങ്ങനെയാണ് അവനവനെ നശിപ്പിച്ചത് എന്നുള്ളത് അള്ളാന്റെ മുൻപില് മറുപടി പറയും. ആരാണ് സംസാരിക്കുന്ന? മക്കളെയും കൂടി ശ്രദ്ധിക്കാം. അള്ളാഹുവിന്റെ മുൻപിൽ മറുപടി പറയേണ്ടി വരും. ഇത് അള്ളാഹു റസൂലിന്റെ കൽപ്പനയാണ്. അരമണിക്കൂർ ഒരു വ്യായാമത്തിന് വേണ്ടി, അത് ഏതാണോ, ഒരു ഫുട്ബോൾ കളിക്കുന്ന ആളുകൾക്ക് അങ്ങനെയാവാം, വേറെ എന്തെങ്കിലും ഗെയിം ഉണ്ടെങ്കിൽ അങ്ങനെയാവാം, അരമണിക്കൂർ നടത്തമാവാം, അതല്ലാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും കായികാധ്വാനങ്ങളാണെങ്കിൽ അങ്ങനെയാവാം. അതിലൂടെ എങ്ങനെയാണ് അവന് സാധിക്കുന്ന ആ രീതിയിൽ അവനവനെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് അള്ളാഹുവിന്റെ റസൂൽ അവനെ ഏൽപ്പിച്ചിരിക്കുന്ന മതപരമായ തന്നെ ഉത്തരവാദിത്തമാണ്. അതാണ് ഇതിന്റെ ഒരു വശം, വ്യായാമം. രണ്ടാമത്തേത്, അല്ലെങ്കിൽ ഏറ്റവും പ്രസിദ്ധ നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് നമ്മുടെ ഭക്ഷണ രീതിയാണ്. എത്രത്തോളം നമ്മൾ അതിൽ ശ്രദ്ധിക്കുന്നുണ്ട്? അള്ളാഹു റസൂൽ പഠിപ്പിച്ചൊരു വചനം, ആദം സ്വന്തം വയറിനേക്കാൾ മോശമായ ഒരു പാത്രവും ആദമിന്റെ മക്കൾ നിറക്കുന്നില്ല. നമ്മൾ ഫില്ല് ചെയ്യുന്ന പാത്രങ്ങളിൽ ഏറ്റവും മോശം പാത്രം നമ്മുടെ വയറാണ്. എന്നിട്ട് റസൂൽ പറയാണ്, ആദം അവന്റെ ശരീരത്തിന് നേരെ നിൽക്കാൻ വേണ്ടി ഉതകുന്ന ഏതാനും ഉരുളകൾ അവന് മതി. അരച്ചാൻ വയറ്, ചിലർ ഒരു ചാണെന്നൊക്കെ പറയും, ഏതായാലും ആ വയറ്, അത് അവന്റെ ശരീരത്തെ നേരെ നിൽക്കാൻ വേണ്ട ഏതാനും ലുക്കമത്തുകള്, ഉരുളകൾ അവന് മതി. ഇനി നിർബന്ധാണെങ്കിലോ 1/3 അവൻ അവന്റെ ഭക്ഷണത്തിന് വേണ്ടി മാറ്റിവെക്കട്ടെ, 1/3 അവൻ അവന്റെ വെള്ളത്തിന് വേണ്ടി മാറ്റിവെക്കട്ടെ, 1/3 ഭാഗം അവൻ ഒഴിച്ചിടട്ടെ. ഇതാണ് അള്ളാഹു റസൂല് പഠിപ്പിച്ച ഒരു ഭക്ഷണക്രമം എന്ന് പറയുന്നത്. 1/3 ഭക്ഷണത്തിന്, 1/3 വെള്ളത്തിന്, ബാക്കി ഭാഗം ഒഴിച്ചു വെക്കുക. യാ ബനി ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ് വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ. നിങ്ങൾ ഭക്ഷിക്കുക, തിന്നുക, കുടിക്കുക, വലാ തുസ്രിഫൂ. ഖുർആനിന്റെ നസ്സാണ്, അമിതമാവരുത്. വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അല്ലാഹു ഒരിക്കലും
ഇസ്രാഫ് കാണിക്കുന്നവരെ ഇഷ്ടപ്പെടുകയില്ല. രണ്ടാൾക്ക് വേണ്ടി നമ്മൾ വിളമ്പിയ ഫുഡ് ചിലപ്പോ മൂന്നാൾക്ക് അത് മതിയാകും. മൂന്നാൾക്ക് വേണ്ടി വിളമ്പിയ ഫുഡ് ചിലപ്പോ നാലാൾക്ക് അത് മതിയാകും. പക്ഷെ നമ്മള് ഒരാൾക്ക് തന്നെ ഇപ്പോ നമ്മുടെ ഈ പുതിയ ശൈലിയിലൂടെ നാലാൾക്കും മൂന്നാൾക്കുമാണ് വിളമ്പുന്നത്. നമ്മുടെ കല്യാണങ്ങൾക്കൊക്കെ കല്യാണം അള്ളാഹു റസൂൽ പഠിപ്പിച്ച ഒരു വലീമത്ത് അവിടെ നമുക്ക് കൊടുക്കാം. അതിലെ ദൂരത്തിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയതാണ്. പക്ഷേ ബൊഫേ സിസ്റ്റം ഉണ്ടാകുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ മറന്നു പോകും. കാരണം എത്ര ഐറ്റംസ് ആണ്, എണ്ണിയാ തീരുവോ? ചോറിന്റെ ഒരു 4-5 ഐറ്റംസ്, പിന്നെ അതിന്റെ വിഭവങ്ങളൊക്കെ അത് വേറെ, സ്വീറ്റ്സ് വേറെ, ഐസ്ക്രീം എല്ലാം കൂടി നമ്മൾ കണ്ട് ഒരു പ്ലേറ്റിൽ നമ്മളെ വയറിന്റെ ഇത് നമ്മൾ എല്ലാം കുറേശ്ശെ സാമ്പിൾ ഒക്കെ ഉണ്ടെന്നാ പറയാം. എല്ലാം കുറേശ്ശെ സാമ്പിൾ ഒക്കെ ഉണ്ട്. എന്നിട്ട് ഈ പ്ലേറ്റിൽ ഇങ്ങനെ എടുക്കുമ്പോ ഇത് കഴിക്കണ നമുക്ക് അപ്പത്തെ ഒരു മോഹം ഉണ്ടാവും. ചിലപ്പോ കഴിക്കാൻ കയ്യായിരിക്കുന്നു. പക്ഷെ അവിടെ ചെന്ന് ഇരുന്ന് ഇത് തുടങ്ങുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് കുറെ കൂടിപ്പോയല്ലോ. എന്നിട്ട് പകുതി മുക്കാൽ വേസ്റ്റ് ആക്കിയിട്ട് കഴിക്കുന്നതിനേക്കാൾ വേസ്റ്റ് ആവുന്ന എത്രയോ ബൊഫെ കല്യാണങ്ങളിൽ പങ്കെടുത്തവരാണ് നമ്മളൊക്കെ. എന്നാൽ അവിടെയും കൃത്യമായ അച്ചടക്കത്തോടുകൂടി ആവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് കഴിക്കുന്ന അത്തരം ആളുകളുണ്ട്. എല്ലാരും കുറ്റപ്പെടുത്തുന്നതല്ല. ബൊഫെ സിസ്റ്റം തന്നെ അതിലൊരു മറ്റൊരു വശം, അതിലെ ചർച്ചയിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മൾ ക്ഷണിച്ചു വരുത്തിയ അതിഥികളെ പ്ലേറ്റുമായി ക്യൂ നിർത്തിക്കുന്ന രീതി, അതൊന്നും ഒരു മര്യാദ കാത്തു സൂക്ഷിക്കുന്ന ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള മാനേഴ്സിൽപ്പെട്ടതല്ല. അതിരിക്കട്ടെ, അത് മറ്റൊരു പ്രശ്നം. നേരെ മറിച്ച് നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം വാങ്ങുകയും അത് കഴിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഒരു അളവ് കിട്ടും. ഇത് വെറൈറ്റീസ് അല്ലേ, അപ്പൊ എല്ലാം നോക്കണ്ടേ എന്നുള്ളതാണ്. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവസാനം കപ്പി മത്തി ഉണ്ടെങ്കിൽ പിന്നെ അത് കുറച്ചെങ്ങനെ കഴിക്കാതിരിക്കുക? ആകെ കുറച്ചാണ് വേണ്ടത്. അത് എല്ലാത്തിനും കുറച്ചായിട്ട് അവസാനം അവന് അതിന്റെ പേരിലുണ്ടാകുന്ന ഭക്ഷണം കഴിച്ചിട്ടുണ്ടാക്കുന്ന ദുരന്തങ്ങൾ. ഇന്നത്തെ നൈറ്റ് ഫുഡിന്റെ, ഇന്നിപ്പോ നൈറ്റ് ലൈഫാണ്. ബ്രേക്ക്ഫാസ്റ്റ് പലപ്പോഴും പല വീട്ടിലും ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. നമ്മള് നമസ്കരിക്കുന്ന ടീമൊക്കെ സുബഹിസ്കരിച്ച് കിടക്കുക. ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ആ കൾച്ചർ പതുക്കെയാണ് വണ്ടി വന്നത്. ഇന്ന് പെട്ടെന്ന് എന്താണ് നമ്മുടെ സിറ്റിയിൽ തൊട്ടടുത്ത് കോഴിക്കോട് ടൗണിൽ എത്തിക്കുമ്പോഴേക്കും ലൈഫിന്റെ രീതി ആകെ മാറി. നൈറ്റ് ലൈഫാണ്. രാത്രി 2 മണിക്കും 12 മണിക്കും ഒക്കെയാണ് ടൗൺ സജീവമാവുന്നത്. അവിടെ പിന്നെ ഉറങ്ങുന്നത് 3 മണിക്കോ 4 മണിക്കോ ആണ്. അവർ പിന്നെ എണീക്കുന്നത് ലഞ്ചിന് വേണ്ടിയാണ്, ഉച്ചഭക്ഷണത്തിന് വേണ്ടിയാണ്. അതിന്റെ ഇടയ്ക്ക് ഇല്ല. ആ രീതിയിലേക്ക് മാറി. ഞാൻ വെറുതെ പറയുന്നതല്ല. ഇതുകൊണ്ടുണ്ടാവുന്ന ദുരന്തങ്ങൾ ഇതൊക്കെ അള്ളാഹു റസൂൽ പഠിപ്പിച്ച ചില സംഗതികളുണ്ട്. രാത്രി കഴിച്ചു കൂട്ടുക. എന്റെ ഉമ്മത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ കഴിച്ചു കൂട്ടും. ഉമ്മത്തി അല അഖിലും ലഹുവിൻ വലഅബിൻ, കളിയും വിനോദവും അതേപോലെ തന്നെ തീറ്റയുമായി രാത്രി കഴിച്ചു കൂട്ടും എന്റെ ഉമ്മത്ത്. 14 നൂറ്റാണ്ട് മുൻപ് അള്ളാഹു റസൂൽ നടത്തിയ പ്രവചനം. അല അഖിലും വലഹുവിൻ വലഅബിൻ സുമ്മ യസ്ബിഹുന്ന ഖിർദതൻ വഖനാസിറ. നേരം വെളുക്കുമ്പോഴേക്കും അവര് നഊദു ബില്ലാഹ് ഖിർദത്തും ഖനാസിറുമായി മാറും. ഖിർദ് എന്ന് പറഞ്ഞാൽ കുരങ്ങാണ്, ഖനാസിർ എന്ന് പറഞ്ഞാൽ പന്നിയാണ്. ഈ ഒരു സ്വഭാവത്തിലേക്ക് അവര് മാറും. ഉമർ റളിയല്ലാഹു അൻഹു നൽകുന്ന ഒരു വിശദീകരണമുണ്ട്. ഇയ്യാകും വൽ ബത്ന, നിങ്ങൾ ഏറ്റവും ഭയപ്പെടേണ്ടത് ബത്നത്താണ്. ബത്നത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒബേസിറ്റി അഥവാ ഈ ഒരു പൊണ്ണത്തടി, അതിനെയാണ് നിങ്ങൾ ഏറ്റവും ഭയപ്പെടേണ്ടത്. ഓവർ ഫുഡ് അത് നിങ്ങളുടെ നമസ്കാരത്തിലുള്ള കോൺസെൻട്രേഷനെ നിങ്ങൾക്ക് നശിപ്പിച്ചു കളയും. നമസ്കാരത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. നിങ്ങളുടെ ശരീരത്തിന് അത് നല്ലതല്ല. നിങ്ങളുടെ ആരോഗ്യത്തെ അത് നശിപ്പിക്കും. നിങ്ങളത് രോഗികളാക്കി മാറ്റും. അല്ലേ? ഇന്ന് ലോകത്ത് ഭക്ഷണം കിട്ടാതെ മരിക്കുന്നവരെക്കാൾ കൂടുതൽ ഭക്ഷണം കഴിച്ചതിന്റെ പേരിലുള്ള അസുഖത്താൽ മരിക്കുന്നവരാണ്. കൃത്യമായ കണക്ക്. ഭക്ഷണം കിട്ടാതെ മരിക്കുന്നവർ ലോകത്തുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആളുകൾ മരിക്കുന്നത് ഭക്ഷണം കഴിച്ചതിന്റെ ദുരന്തം കൊണ്ടാണ്. നമ്മൾ പറയുന്നത് കരിച്ചതും പൊരിച്ചതും, അല്ലെങ്കിൽ പിന്നെ വേവാത്തത്. ഞാൻ വിശദീകരിക്കേണ്ടല്ലോ ഏതാണെന്ന്. വേവാത്ത ഇറച്ചി അങ്ങനെ തന്നെ ചെത്തിയിട്ട് പച്ചക്ക് കഴിക്കുക. പിന്നെ കരിച്ചതാണ്. കരി എന്ന് പറഞ്ഞാൽ കഴിക്കാനുള്ളതല്ല. കാർബൺ അകത്ത് ചെന്നാൽ വലിയ ദുരന്തമാണ്.
പിന്നെ പൊരിച്ചത്. ഇതൊന്നും ഞാൻ മറ്റു ശാസ്ത്രീയ വശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അള്ളാഹു റസൂൽ പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ മാത്രം എമ്പാടുണ്ട്. എന്നിട്ടോ വിശദീകരണം, നിങ്ങള് മിതത്വം പാലിക്കുക. നിങ്ങളുടെ ഭക്ഷണത്തിൽ അതാണ് ഇസ്രാഫിൽ നിന്ന് മാറി നിൽക്കാൻ, ധൂർത്തിൽ നിന്ന് മാറി നിൽക്കാൻ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ. നിങ്ങളുടെ ആരോഗ്യത്തിന് നിങ്ങൾക്ക് നല്ലത് അതാണ്. ഏത്? മിതമായ ഭക്ഷണം. അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തെ അള്ളാഹു റസൂൽ പഠിപ്പിച്ച രീതിയിൽ അതിനെ ശ്രദ്ധിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന ദുരന്തം വന്നതിന് ശേഷം പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് ബോധവാനായതുകൊണ്ട് കാര്യമില്ല. വളരെ പ്രാധാന്യത്തോടുള്ള അള്ളാഹു റസൂൽ പഠിപ്പിച്ച സംഗതികൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഇഫക്റ്റ് ഉണ്ടാവും. ഇപ്പോ രാവിലെ എണീറ്റ് വെള്ളം കുടിക്കുക, ഇത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇത് സമയത്തിന് എത്ര പറഞ്ഞാലും കുടിക്കാത്ത ആളുകളോട് പിന്നെ അവസാനം ഡോക്ടേഴ്സ് പറയും ഇനി വെള്ളം കുടിക്കാൻ പാടില്ല. കാരണം നമ്മുടെ കിഡ്നി ചെയ്യുന്ന രണ്ട് ദൗത്യങ്ങളാണ്. ഒന്ന് അവന്റെ ബ്ലഡിന്റെ പ്യൂരിഫിക്കേഷനും, രണ്ടാമത്തേത് അവന്റെ ശരീരത്തിൽ നിന്നും മാലിന്യങ്ങൾ പുറന്തള്ളലും. ഈ ബ്ലഡ് കൃത്യമായിട്ട് പ്യൂരിഫിക്കേഷൻ നടത്തണമെങ്കിൽ, അതിനെ വൃത്തിയാക്കണമെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം ശരീരത്തിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. അത് അള്ളാഹു റസൂൽ പഠിപ്പിച്ചത് ഇരുന്ന് കുടിക്കാനാണ്. നിന്ന് കുടിച്ചാൽ എന്താണ് ദുരന്തം എന്നുള്ളത് ഇന്ന് മോഡേൺ സയൻസ് പറയുന്നുണ്ട്. അത് വെള്ളം സമയത്തിന് കുടിക്കാതിരുന്നാൽ പിന്നെ അവസാനം കിഡ്നി ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ഇന്ന് ഒരുപാട് ഇത്തരം അസുഖം ബാധിച്ച കുറെ ആളുകളോട് ഡോക്ടർമാർ പറയുന്നത് പിന്നെ വെള്ളം പരമാവധി കുറച്ച് കുടിക്കാൻ പാടില്ല. കാരണം എന്താ? അതിന്റെ പ്രവർത്തനത്തിനുള്ള ശക്തി അവർ നഷ്ടപ്പെട്ടു. അള്ളാഹ് നമ്മുടെ ശരീരത്തിന് തന്ന ഒരു പ്രൊട്ടക്ഷൻ സംവിധാനം ഉണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, അത് നശിപ്പിച്ചാൽ, അതിൽ ഒന്ന് നശിച്ചു പോയാൽ പിന്നെ എത്ര നമ്മളതിന് പൈസ കൊടുക്കണം? അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെ വില എത്രയാ? ഇതിന് തിരിച്ചല്ല നമ്മളോട് ചോദിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് തിരിച്ച് അള്ളാഹുവോട് നന്ദി കാണിക്കുക. ആ നന്ദിയാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമ്മൾ നമ്മളെ സ്വയം കൊല്ലാതിരിക്കുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ കൊണ്ടുപോയി കൊല്ലരുത്. അതിന്റെ അർത്ഥം ആത്മഹത്യ ചെയ്യരുത് എന്ന് മാത്രമല്ല, അനാവശ്യമായ നമ്മുടെ ശരീരത്തിന് ഇണങ്ങാത്ത, നമുക്ക് കഴിക്കാൻ പാടില്ലാത്ത ഇത്തരം ഫുഡുകൾക്ക് നമ്മൾ അഡിക്റ്റായി പോകരുത് എന്ന് കൂടിയാണ്. ഒരു സമയത്തും ഇങ്ങനത്തെ ഒരു സാധനം ടേസ്റ്റ് നോക്കരുതെന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷെ അതിലൊക്കെ ഒരു മിതത്വം, ഏതെല്ലാം കഴിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ശ്രദ്ധിക്കേണ്ടത് എന്ത് കഴിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ എത്ര കഴിക്കുന്നു എന്നുള്ളതാണ്. ഏതെല്ലാം അതിനേക്കാൾ ഉപരി എത്ര കഴിക്കുന്നു എന്നുള്ളതാണ്. ചെറിയ അളവിൽ ചിലപ്പോ അതൊന്നും വലിയ പ്രയാസം ഉണ്ടാവില്ല, പക്ഷെ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വശമുണ്ട്. ഇത് ഇല്ലെങ്കിൽ ഉണ്ടാവുന്നത് നമ്മളെ തന്നെ കൊന്നുകളയുന്ന അവസ്ഥയാണ്. ഫ്രൈഡേ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ആളുകൾ മനസ്സിലാക്കിയത് തന്നെ അത് യൗമുത്വായമാണെന്നുള്ളതാണ്, അല്ലെ? അന്ന് സ്പെഷ്യൽ, തീരെ സ്പെഷ്യൽ പാടില്ല എന്നല്ല, പക്ഷെ എന്നാലും എന്നിട്ട് അതിനൊരു ലക്കുലതാൻ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഒരു പരിപാടി വെച്ചാല് ആളെ കിട്ടൂല. നമുക്കറിയാം വെള്ളിയാഴ്ചയല്ലേ, അന്ന് നന്നായിട്ടൊന്ന് തിന്നിട്ട് പിന്നെ ഉറങ്ങുക എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു കൈലൂലത്ത് ഇസ്ലാമിലില്ല. ഇസ്ലാമിലെ കൈലൂലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാറുണ്ടായിരുന്നു പറഞ്ഞ സംഭവം ഉണ്ടെങ്കിൽ തന്നെ അത് ഭക്ഷണത്തിന് മുമ്പാണ്. അതേപോലെ രാത്രി ഭക്ഷണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഇശാ എന്ന് വെച്ചാൽ ഒരു 8 മണിക്ക് മുമ്പൊക്കെ ആയിട്ട് കഴിക്കുന്ന രീതി. നമ്മുടെ രീതി ഇപ്പൊ എന്തായി? 12 മണി, 1 മണി, 2 മണി, അതും ഹെവി ഫുഡ്. നിങ്ങൾ നിങ്ങളെ കൊണ്ടുപോയി സ്വയം കൊല്ലരുത്. നിങ്ങൾ നന്മ പ്രവർത്തിക്കുക. അള്ളാഹുവിന് നന്മ പ്രവർത്തിക്കുന്നവരാണ് ഇഷ്ടം. അള്ളാഹു നമ്മെ അവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി വൽ ഖഹാർ വൽ ഗഫാർ വസ്സലാത്തു വസ്സലാമു അലാ മൻ അർസലല്ലാഹു കാഫത്തൻ ലിന്നാസ് ബിശീർ വൽ ഇൻദാർ وعلى آله الأتقياء الأبرار وعلى أصحابه الأصفياء الأخيار وعلى من السماوات والأرض والظلمات والأنوار اتقوا الله വിശ്വാസികൾ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ഉപദേശിക്കുക. المؤمن القوي خير وأحب إلى الله من المؤمن الضعيف. ലൈഫായ ദുർബലനായ ഒരു വിശ്വാസിയേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടം ഖവിയായ വിശ്വാസിയെ, ഖുവത്തുള്ള, പവറുള്ള,
കഴിവുള്ള, അത് മാനസികവും ആരോഗ്യവും രണ്ടു നിരക്കും കഴിവുള്ള ഒരാളെയാണ്, ശക്തിയുള്ള ഒരാളെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയ, അള്ളാഹുവേ ഞാൻ നിന്നോട് ആഫിയത്തിന്, സുഖത്തെ ചോദിക്കുന്നു. ദുനിയാവിലും നാളെ പരലോകത്തും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ, വീണ്ടും ചോദിക്കാണ് അള്ളാഹുവേ നിന്നോട് ഞാൻ വിട്ടുവീഴ്ചയെയും അതേപോലെ തന്നെ ആഫിയത്തിനെയും അഫ്വിനെയും രണ്ട് ചോദിക്കുന്നു, ആരോഗ്യത്തെയും അതേപോലെ തന്നെ വിട്ടുവീഴ്ചയും. ഫി ദീനി വ ദുനിയായ, ദുനിയാവിലും ആഖിറത്തെ, എന്റെ ദീനിന്റെ കാര്യത്തിലും എന്റെ ദുനിയാവിന്റെ കാര്യത്തിലും, വാഹിലി വ മാലി, എന്റെ സമ്പത്തിന്റെ കാര്യത്തിലും എന്റെ കുടുംബത്തിന്റെ കാര്യത്തിലും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു പ്രാർത്ഥന നമ്മൾ നിർവഹിക്കുകയും അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന സിഹത്തിനെ കൈകാര്യം ചെയ്യേണ്ടത്, അതിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അതിനെ നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കേണ്ടത്, നമ്മുടെ കുടുംബത്തിന്റെയും ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ടത് മതപരമായി തന്നെ നമ്മുടെ ബാധ്യതയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ നമ്മൾ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് നമ്മുടെ ജാമിയയുടെ ബിരുദദാന സമ്മേളനം ഈ മാസം 12-ാം തീയതി സ്വലാഹുൽ നഗറിലെ വെച്ച് നടക്കുകയാണ്. അതിന്റെ പ്രചരണാർത്ഥം ഒരു പ്രോഗ്രാം 9-ാം തീയതി വരുന്ന വ്യാഴാഴ്ച ചേമ്പങ്കണ്ടി മഷ്റൂർ റഹ്മാനിൽ നടക്കുന്നുണ്ട്. കഴിയുന്നത്ര ആളുകൾ ആ പരിപാടിയിൽ സംബന്ധിക്കുക. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലങ്ങൾക്ക് അർഹമായ